പോയിവരാം. തൃശ്ശൂരിൽ വൻ ATM കവർച്ച എന്ന വാർത്തയാണ് ഈ രാവിലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയിലായി 3 ATMകളിൽ വലിയ കവർച്ച നടന്നിരിക്കുന്നു. 65 ലക്ഷം രൂപ മറ്റ് സംസ്ഥാനത്ത് നിന്നെത്തിയവർ എന്ന് കരുതുന്ന ഒരു സംഘം കൊള്ളയടിച്ചിരിക്കുകയാണ്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ 3 ATMകളാണ് ഇന്ന് പുലർച്ചെ കൊള്ളയടിക്കപ്പെട്ടത്. പുലർച്ചെ 3-നും 4-നും മധ്യയാണ് കൊള്ള. കാറിൽ വന്ന 4-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. ഗ്യാസിൻ്റെ കട്ടർ ഉപയോഗിച്ച് ATM തകർക്കുകയായിരുന്നു. 3 ATMകളിൽ നിന്നായി 65-70 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കവർച്ചാ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, രാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയം, ആ സമയത്താണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. നമുക്ക് കമ്മീഷണറുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ഞാൻ ജെയ്സണിലേക്ക് വരാം. പുലർച്ചെ 2-നും 4-നും ഇടയ്ക്ക് തൃശ്ശൂർ റൂറൽ പരിധിയിൽ 1-ഉം തൃശ്ശൂർ സിറ്റി പരിധിയിൽ 2 ATM, ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് 3 ATMകളിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കവർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ക്യാമറകൾ നശിപ്പിച്ചിട്ടുണ്ട്. പോലീസിന് വിവരം കിട്ടുന്നത് ഇവരുടെ സെൻട്രൽ ATMൻ്റെ കൺട്രോൾ റൂമിൽ നിന്നാണ്. ക്യാമറ നശിപ്പിച്ചതിന് ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കട്ട് ചെയ്ത് പൈസ കവർച്ച ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. സമാനമായ രീതിയിൽ പ്രൊഫഷണൽ ഗാംഗുകളിനെ കുറിച്ച് നമുക്ക് സൂചന ഉണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനത്തിനെ കുറിച്ച് കുറച്ച് സൂചന ഉണ്ട്. അത് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ഥിരീകരണം ചെയ്യാൻ കഴിയുന്നില്ല. ഫ്രം സൗത്ത് ടു നോർത്ത്, തൃശ്ശൂർ റൂറലിൽ ഫസ്റ്റ്, കോലഴി സെക്കൻഡ്, ഇത് 3. തൃശ്ശൂർ റൂറൽ ഫസ്റ്റ്, പിന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സെക്കൻഡ്, ഇത് 3-മത്. അന്യസംസ്ഥാനത്ത് നിന്നെത്തിയവരാവാം കൊല നടത്തിയത് എന്നതാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനം. നമ്മൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുന്നു. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, രാത്രി 2 മണിക്കും ഇന്ന് പുലർച്ചെ 2 മണിക്കും 4 മണിക്കും ഇടയിലായി 3 ഇടങ്ങളിൽ നടന്ന ആസൂത്രിതമായ കൊള്ളയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അന്യസംസ്ഥാനത്ത് നിന്നെത്തിയവരെയാണോ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്? പ്രാഥമിക സൂചനകൾ ലഭിച്ചുവെന്നാണോ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, 20 കിലോമീറ്റർ ദൂരം, 2 മണിക്കൂർ, 3 ATM, ഇതാണ് ഇതിനെ ചുരുക്കി പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോലഴി ATMൻ്റെ പുറകിലാണ്. 2 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് 3 ATMകളിൽ അതിവിദഗ്ധമായി നടത്തിയ ഒരു കവർച്ച. ഈ കവർച്ച നടത്താൻ കേരളത്തിലെ ആളുകൾക്ക് കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്യസംസ്ഥാനം, പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ കമ്മീഷണർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, സേലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കവർച്ച നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നോവ ക്രിസ്റ്റ കാറിലെത്തിയ ഒരു സംഘം, ആ ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ നമ്പർ AP എന്ന് തുടങ്ങുന്നതാണ്. അത് ഫേക്കാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാപ്രാണത്ത് നിന്ന് 2 മണിക്ക് 2:30 ഇടയ്ക്ക് ആദ്യ കവർച്ച നടത്തുന്നു. ആ കവർച്ചയിൽ 35 ലക്ഷം രൂപയോളമാണ് മാപ്രാണത്തെ SBIയുടെ ATM കൗണ്ടറിൽ നിന്നും കവർച്ച നടത്തുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിക്കുന്നു, CCTV സ്പ്രേ ഉപയോഗിച്ച് മറയ്ക്കുന്നു. അതിനുശേഷം ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ച് തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിനോട് 100 മീറ്ററും 150 മീറ്റർ മാത്രം അകലെയുള്ള ഷൊർണൂർ റോട്ടിലെത്തി അടുത്ത ATM കൗണ്ടറിൽ കവർച്ച നടത്തുന്നു. അതും SBIയുടെ ATM കൗണ്ടറിൽ 9.5 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വരാജ് റൗണ്ടിനോട് ചേർന്ന ഈ ഷൊർണൂർ റോഡ് എന്ന് പറയുന്നത് നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. ഈ ATM കൗണ്ടറിന് ഓപ്പോസിറ്റായി പ്രധാനമായും ഒരു സരോജ നഴ്സിംഗ് ഹോം ഉണ്ട്. ആ സരോജ നഴ്സിംഗ് ഹോമിൽ എപ്പോഴും ആളുകൾ ഉള്ളതാണ്. എന്നിട്ട് പോലും ഈ സ്വരാജ് റൗണ്ടിനോട് 150 മീറ്റർ മാത്രം അകലെയുള്ള ഒരു ATMിൽ നിന്ന് അതിവിദഗ്ധമായി മോഷണം നടത്തുന്നു. 9.5 ലക്ഷം രൂപ അവിടെ നിന്ന് അടിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഞാൻ നിൽക്കുന്ന ഈ കോലഴി ATM കോലഴിയിലുള്ള SBIയുടെ ATM കൗണ്ടറിലെത്തുന്നു. ഇവിടെയും ഇതേ പാറ്റേൺ, അതായത് CCTV സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വളരെ ആസൂത്രിതമായി തുറക്കുന്നു. ഏകദേശം 25 ലക്ഷം രൂപയോളമാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇത് തൃശ്ശൂർ ഷൊർണൂർ പാതയാണ്. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ്. തൃശ്ശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലാണ് 2 മോഷണം നടന്നത്. ഒന്ന് തൃശ്ശൂർ നഗരത്തോട് ചേർന്നാണെങ്കിൽ പോലും അത് തൃശ്ശൂർ ഷൊർണൂർ പാത തന്നെയാണ്. അവിടെ നിന്ന് കോലഴിയിലെത്തുന്നു. കോലഴിയിൽ നിന്ന് സാധാരണ പോകാൻ സാധ്യത ഇവിടെ നിന്ന് ഷൊർണൂർ അല്ലെങ്കിൽ പാലക്കാട് ഒറ്റപ്പാലം വഴി തമിഴ്നാട്ടിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെയാണ്
തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിന് ഇപ്പോൾ പോലീസ് തയ്യാറായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം നാം നിൽക്കുന്ന ഈ കോലഴി ശാഖയിൽ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരു മോഷണ ശ്രമം നടന്നിരുന്നു. പക്ഷേ അന്ന് പണം പോയിരുന്നില്ല. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം അരുൺകുമാർ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു CCTV ദൃശ്യം നൽകിയിരുന്നു. പട്ടാപകൽ തൃശ്ശൂരിലെ ദേശീയപാതയ്ക്കരികിൽ 3 ഇന്നോവ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങളിലെത്തി ഒരു കാർ തടഞ്ഞു നിർത്തി 2 കോടി രൂപയിലധികം വില വരുന്ന 2.5 കിലോയിലധികം സ്വർണം. അതായത് ജെയ്സൺ, നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ തൃശ്ശൂർ നഗരത്തിലും തൃശ്ശൂർ പാലക്കാട് റോഡിൽ ഈ ഷൊർണൂർ റോഡുകളിലുമായി ഒരു വലിയ കവർച്ചാ സംഘം ഇപ്പോഴുണ്ട്? അഥവാ 4 മണിക്കാണ് ഈ കവർച്ച അവസാനം നടന്നിരിക്കുന്നതെങ്കിൽ, ഷൊർണൂർ റോഡിൽ നടന്നിരിക്കുന്നതെങ്കിൽ അവർ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനിടയിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും അവിടെ നിന്ന് വാളയാർ കഴിഞ്ഞ് പോകാൻ. മാത്രമല്ല പോകുന്ന വഴിക്കൊക്കെ ടോൾ ബൂത്തുമുണ്ട്. ഇങ്ങനെയൊരു കാറിന് അതുവഴി കടന്നുപോയാൽ തീർച്ചയായിട്ടും CCTV ദൃശ്യങ്ങളിൽ പെടുകയും ചെയ്യും. തമിഴ്നാട്ടിൽ കടന്നിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ മറ്റു ചില ഗോവിന്ദാപുരം അടക്കമുള്ള പൊള്ളാച്ചി റോഡുകളിലൂടെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ കേരളം കടന്നിട്ടുണ്ടാവും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ ഷൊർണൂർ പാത തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാര്യം ഈ ഭാഗത്ത് ടോൾ ബൂത്തുകൾ ഇല്ല എന്നതാണ്. നേരെ മറിച്ച് മറ്റു ദേശീയപാത, അതായത് മണ്ണുത്തി വടുക്കഞ്ചേരി ദേശീയപാതയിലൂടെ പോയാൽ അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്, അവിടെ CCTV ക്യാമറകളുണ്ട്. അതായത് പന്നിയങ്കര ടോൾ ബൂത്ത്, ആ ടോൾ ബൂത്തിൽ നിന്ന് ദൃശ്യങ്ങൾ പെട്ടെന്ന് ലഭ്യമാകും. എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം. ജെയ്സൺ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഞാൻ ആ വാർത്തയിലേക്ക് പോയതിനു ശേഷം ജെയ്സണിലേക്ക് മടങ്ങി വരാം. കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ നഗരത്തിൽ ഇന്നലെയും ഇന്നുമായി വലിയ കൊള്ളകൾ നടക്കുന്നു. വലിയൊരു ഗാങ്സ്റ്റർ സംഘം ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലെ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തൃശ്ശൂർ നഗരം വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരു ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് ഇന്ന് 65 ലക്ഷം രൂപ 3 ATMകളിൽ നിന്ന് കവർന്നിരിക്കുന്നത്. ഇന്നലെ 3 കാറുകളിലെത്തിയ സംഘം സ്വർണം കവർന്നതും 2 കോടി രൂപയുടെ സ്വർണം കവർന്നതും ഈ തൃശ്ശൂർ നഗരത്തിന്റെ പരിധിയിലാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് എന്നത് ഓർമ്മിക്കണം. അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തികളിൽ വലിയ ഒരു അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ ഒരു വലിയ കൊള്ള സംഘമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കേരളം വിട്ടോ എന്ന് നമുക്കറിയില്ല. നമുക്കതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ജെയ്സൺ ചമ്മോളപ്പിലും നമുക്ക് പാലക്കാട് ഇക്ബാലിലേക്കും അല്പസമയത്തിനുള്ളിൽ പോകണം. ഇക്ബാലിനോട് നമുക്ക് പറയാം, ആ റൂട്ട് വഴി ഏതെങ്കിലും CCTV നമുക്ക് ലഭ്യമാണോ എന്നുള്ളതും ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാലും അന്വേഷിക്കും. നമുക്ക് വരാം.